ആവേശം സിനിമയിലെ അമ്പാൻ സ്റ്റൈലിൽ കാറിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയതിൽ നടപടിയെടുത്ത ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർടിഒ. യൂട്യൂബർ സഞ്ജു ടെക്കിയാണ് വെള്ളം നിറച്ച വാഹനം പൊതുനിരത്തിൽ ഓടിച്ചത്. കാർ ഉടമയുടെയും ഡ്രൈവറുടെയും ലൈസൻസ് ആർടിഒ റദ്ദാക്കി. വിവരങ്ങൾ നൽകാൻ ഷൈജു ചേരുന്നുണ്ട്. ഷൈജു, എന്തെല്ലാം നിയമലംഘനങ്ങളാണ് നടന്നിട്ടുള്ളത്? രേഷ്മ, അതായത് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ നമ്മുടെ ചെറുപ്പക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. പല തരത്തിലുള്ള വാർത്തകളാവാറുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടെ അത്ഭുതപ്പെടുത്തുന്നതും അങ്ങേയറ്റം ആശ്ചര്യകരമായ ഒരു കാര്യമാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് പറയാൻ കഴിയുന്നത്. ഈ സഞ്ജു ടെക്കി എന്ന ഈ ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് നേരത്തെ തന്നെ വലിയ റീച്ച് ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. ഈ റീച്ച് അടുത്ത കാലത്തായി കുറഞ്ഞു. അപ്പോൾ റീച്ച് എങ്ങനെ കൂട്ടാൻ കഴിയും എന്ന ചിന്തയിൽ നിന്നാവണം അദ്ദേഹം പുതിയൊരു ഐഡിയ ഇതിലേക്ക് കൊണ്ടുവന്നത്. ടാറ്റ സഫാരിയുടെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് വെർഷനായ വാഹനം, ആ വാഹനത്തിനകത്ത് ടാർപോളിൻ ഇട്ടിട്ട് അതിനകത്ത് വെള്ളമൊഴിച്ച് അതിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി. ഈ സ്വിമ്മിംഗ് പൂള് സ്വകാര്യ സ്ഥലത്തോ സംവിധാനത്തിലോ ഉണ്ടാക്കിയാൽ ഒരു നടപടിക്ക് സാധ്യതയില്ല. പക്ഷേ ഇത് ഒരു സഞ്ചരിക്കുന്ന ആലപ്പുഴ തിരുവല്ല റോഡിലൂടെ ഇത് ഓടിച്ച് വലിയ ആവേശം കാണിച്ചുകൊണ്ട് ഈ യൂട്യൂബിലൂടെ ഇത് പുറത്തുവിടുകയും ചെയ്തു. ഇത് പുറത്തുവിട്ട് ആർടിഒയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ആർടിഒയുടെ എൻഫോഴ്സ്മെന്റ് അന്വേഷണം നടത്തുന്നു. അന്വേഷണം നടത്തിയതിന്റെ ഭാഗമായി ഡ്രൈവറെയും അതോടൊപ്പം തന്നെ കാർ ഉടമയുടെയും ഇവരുടെ രണ്ടുപേരുടെയും ലൈസൻസ് റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് ആലപ്പുഴ ആർടിഒ എൻഫോഴ്സ്മെന്റ് നടത്തി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത് റോഡിലൂടെ വാഹനത്തിൽ ഈ സ്വിമ്മിംഗ് പൂള് നിർമ്മിച്ചുകൊണ്ട് അതിലൂടെ ആവേശം കാണിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഈ ആവേശം സിനിമയിലെ അമ്പാൻ നടത്തിയിട്ടുള്ള ഈ സ്വിമ്മിംഗ് പൂളിന്റെ സ്റ്റൈൽ, ആ സ്റ്റൈലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ പൊതുനിരത്തിലൂടെ ഇത് ഓടിച്ചു കൊണ്ടുപോവുകയും ചെയ്തത്. ഇപ്പൊ ആലപ്പുഴയിൽ 1-2 സംഭവങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഒരു കല്യാണ പാർട്ടിക്ക് പോയ ആളുകൾ വാഹനത്തിന്റെ ഡോറിലിരുന്ന് സഞ്ചരിക്കുന്നു. ഇവർക്കൊക്കെ എതിരെ വളരെ കൗതുകരമായ നടപടികൾ എടുത്തു വരുന്നതിനിടയിലാണ് ഇപ്പോൾ അടുത്ത ഒരു പ്രശ്നം ആലപ്പുഴയിൽ ഉണ്ടായിരിക്കുന്നത്. ഇവരെ തേടി ഇപ്പോൾ ഈ ആർടിഒ മുന്നോട്ട് പോകുന്നു എന്നാണ്. കാരണം ഇവരെയൊക്കെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം ഇവർക്ക് പ്രത്യേകതരം ചികിത്സ എന്നൊക്കെ നമുക്ക് പറയാവുന്ന തരത്തിൽ പ്രത്യേകതരം ശിക്ഷ നൽകുന്ന ആണ്. കാരണം ഇതിനു മുമ്പ് ഇതേപോലെ അഭ്യാസം നടത്തിയ ആളുകൾക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിലും അതോടൊപ്പം തന്നെ ചില സാമൂഹ്യ സന്നദ്ധ സേവന സംരംഭങ്ങളിലൊക്കെ സേവനം ചെയ്യുന്നതിനുള്ള ശിക്ഷയാണ് കൊടുത്തത്. അത്തരത്തിലുള്ള ശിക്ഷയിലേക്കൊക്കെ കടക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും വലിയ കൗതുകമുണ്ടാക്കുന്നതാണ്. അത്യന്തം അപകടകരമായ ഒരു കാര്യമാണ് ഇത് ഇവർ ചെയ്തത് എന്നാണ് ആർടിഒ പറയുന്നത്. പൊതുനിരത്തിലൂടെ വാഹനത്തിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി ആവേശം കാണിച്ച് ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നു എന്നാണ് ആർടിഒ നൽകുന്ന വിശദീകരണം. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.